ഇതുപോലുള്ള റിസ്കുകളൊന്നും ആരും എടുത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഇത് ഇതല്ല, ഏത് സ്ഥലമാണെങ്കിലും കിട്ടുമെന്ന് നോക്കാം. കിട്ടും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാഴിച്ചലിന് തൊട്ട് അടുത്തുള്ള മടശ്ശേരി വാട്ടർഫാൾ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. ഇപ്പോൾ ഇത് വാഴിച്ചലിൽ നിന്ന് വരുന്ന റോഡാണ്. ഇത് നമ്മളെ ഹാരനാട് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് റോഡ്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ചെറിയൊരു പാലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ നിന്നാൽ തന്നെ അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം. റോഡേ പോകുന്ന ആരും ഇത് പ്രതീക്ഷിക്കില്ല. ഇവിടെ വളരെ സൈലൻ്റാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. പാറ കൂടെ വളരെ രസകരമായിട്ട് തട്ട് വരുന്ന ഒരു അടിപൊളി വ്യൂ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി ഇതിൻ്റെ സൈഡിൽ കൂടെ അവിടെ നിന്ന് റോഡ് തിരിയുന്നുണ്ട്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു വഴി അകത്തേക്ക് തിരിയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വഴിയാണ്. രണ്ട് സൈഡിലും ചെടികളൊക്കെ നട്ട് നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട് സൈഡിൽ. ആ വഴി മുകളിലേക്ക് പോകുമ്പോൾ വലത് സൈഡിലേക്ക് തിരിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ കാണാമെന്ന് താഴെ നിന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ റോഡിൽ നിന്ന് ഒരു കയറ്റം കയറി മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വഴി തിരിയുമെന്നാണ് പറഞ്ഞത്. നമുക്ക് സൈഡിൽ കൂടെ സൗണ്ട് കേൾക്കാം. ഇവിടെ നിന്ന് കാണുകയും ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നൊരു വഴി തിരിയുന്ന താഴെ നിന്നൊരു ആൻറ്റി പറഞ്ഞു. നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു പുള്ളിമരമൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ പിന്നെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ഹൈറ്റാണ് റോഡ്. ഇതുവഴി തന്നെ പറഞ്ഞു നോക്കാം. നല്ല ചറക്കലാണ്. വീണ നല്ല പണി കിട്ടും. നോക്കി വരിക. ഓക്കെ ശരി. അപ്പോൾ പൂർത്തിക്കാടാണ് ഇവിടെ. പപ്പ അത് അയ്യോ അപ്പുറത്തൂടെ വഴി ഉണ്ടായിരുന്നു ചേട്ടാ. അതുവഴി ഉണ്ടായിരുന്നു. വന്ന ഇവിടെ ഫുള്ള് പൂർത്തിക്കാടാണ്. ശരിയാണ്. നമുക്കിവിടെ വന്നാൽ നല്ല ഒരു വ്യൂ കിട്ടും. അടിപൊളിയാണ്. മാടശ്ശേരി വാട്ടർഫാളെന്നാണ്. മാടശ്ശേരി വാട്ടർഫാളാണ്. നമുക്ക് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ റോഡിന് തൊട്ടടുത്ത് കിട്ടുന്ന ഇത്ര നല്ലൊരു വാട്ടർഫാൾ എന്ന് പറയാം. റോഡിൽ നിന്ന് കാണാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനോഹരമായിട്ട് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. സത്യം പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത്, മാടശ്ശേരി വാട്ടർഫാൾ. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നമുക്ക് സെർച്ച് ചെയ്ത് ഇവിടെ വരാൻ പറ്റും. റോഡിൽ നിന്ന് കാണുന്നതിലും മനോഹരമാണ് അകത്തേക്കുള്ള കാഴ്ചകൾ. ഇപ്പോൾ തീരെ വെള്ളം കുറവാണ്. നമുക്ക് നടന്ന് തന്നെ അപ്പുറത്ത് പോകാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നോക്കാം. അത്യാവശ്യം ഇതേ ഉള്ളു വെള്ളം. ഷൂവൊക്കെ എന്തായിരുന്നാലും വെള്ളം കയറി. ഓരോ കാല് പതുക്കെ വെച്ച് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ചർക്കില്ല എന്ന് തോന്നുന്നു. അവിടെ പഠിക്കട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഓരോ അടികളും സൂക്ഷിച്ച് വയ്ക്കുക. റിസ്ക് എടുക്കണ്ട. കേട്ടില്ല. ഇതിൽ കുഴപ്പമില്ല അല്ലേ? ഇത് വലിയ പ്രശ്നമില്ലല്ലേ? ഓക്കെ. നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നോക്കാം. നല്ല വ്യൂ എന്തെങ്കിലും ഉണ്ടോയെന്ന് കൂടെ മുകളിലോട്ട് പോയി നോക്കാം. ഒരു സൈഡിൽ മാടശ്ശേരി വാട്ടർഫാളിൻ്റെ കാഴ്ചകളും മറു സൈഡിൽ നമുക്ക് പോകാനുള്ള വഴികൾ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴികളാണ്. മാത്രമല്ല ചെറിയ ചെറിയ പാറക്കെട്ടുകളും
ഇടയ്ക്കുണ്ട്. ഇതൊന്നും ഒരു റിസ്ക് അല്ല പോകാൻ വേണ്ടിയിട്ട്. അടുത്തൊരു സ്പോട്ടിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ മാടശ്ശേരി വാട്ടർഫാൾ സൈഡിൽ കൂടെ വളരെ മനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ പാറക്കെട്ടുകളുണ്ട്. അതുപോലെ തന്നെ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക് തന്നെയാണ് ഈ വാട്ടർഫാൾ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സൈഡും റബ്ബറാണ്, കാണുമ്പോൾ നമുക്കറിയാം. വേറെ വലിയ അപകട ഭീഷണി ഒന്നും ഉയർത്തുന്നില്ല. പാറക്കെട്ടുകളിൽ ഇറങ്ങുമ്പോൾ ചറുക്കാതെ സൂക്ഷിക്കുക. വലുതായിട്ടുള്ള വെള്ളം കൂടുതലോ അങ്ങനെയുള്ള ഒരു അപകടം ഇവിടെ കണ്ടില്ല. വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ്, പാറയിൽ കൂടെ വെള്ളം ഇങ്ങനെ നന്നായിട്ട് തട്ടുതട്ടുകളായിട്ട് പോകുന്ന ഒരു മനോഹര കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മുകളിലോട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നോക്കാം. ചെറിയൊരു നടവഴിയുണ്ട് ഇതുവഴി മുകളിലോട്ടൊന്ന് പോയി നോക്കാം. റബ്ബറോളയാണ്, റബ്ബറോളെ കൂടെ പോകാം. സൈഡിൽ കൂടെ ഇങ്ങനെ ആ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നടന്ന് കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ വള്ളിച്ചെടികൾ കൂട്ടമായിട്ട് കുരുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച കാണാം. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ആഴമുണ്ട്. താഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ആഴത്തിലേക്കാണ് ഉള്ളത്. അവിടെയും പാറ തന്നെയാണ്. ഈ വള്ളിച്ചെടികൾ ഇങ്ങനെ കൂടി കലർന്ന് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിയുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ നടന്നതാ. ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള സ്പോട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന വഴി ഏതാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഇതിന് ഇറങ്ങി നോക്കാം. വേറെ വഴിയായിട്ടൊന്നും എല്ലാവരും കാണാനില്ല. മരമൊക്കെ കാണാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തായിരുന്നാലും വെള്ളം കയറിയപ്പോൾ വന്നതാവാനേ ചാൻസ് ഉള്ളൂ. ഇത്രയും വേസ്റ്റ് അല്ലാതെ ഇവിടെ ആരും കൊണ്ടിട്ടതാവാൻ ചാൻസ് ഇല്ല. നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് മാടശ്ശേരി വാട്ടർഫാൾ എന്ന് പറയുന്നത്. നമുക്ക് അപ്പുറത്തൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് ഇറങ്ങാം. പക്ഷേ ഇവിടെ ഫുള്ള് പാറയാണ്. ഫുള്ള് പാറകളിൽ നല്ല ചറുക്കലുണ്ട്. വെള്ളം എപ്പോഴും വീഴുന്നതുണ്ട്, എപ്പോഴും നല്ല ചറുക്കലുണ്ട്. വരുന്നത് നല്ല സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ ഫുള്ള് പാറയാണ്. നിൽക്കുന്ന സ്ഥലങ്ങളും വെള്ളം ഒഴുകുന്ന സ്ഥലവും എല്ലാം പാറയാണ്. അപ്പോൾ അതുകൊണ്ട് ചറുക്കി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. പിന്നെ ഒരു സൈഡിൽ ഒരുപാട് വേസ്റ്റ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് മഴയത്തൊക്കെ വന്ന് അടിഞ്ഞു കൂടിയതായിരിക്കും തോന്നുന്നത്. അവിടെ അടുത്ത് അവിടെ ഒരു പാറ എന്ന് പറഞ്ഞാൽ ഫുള്ള് പായലായിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. ഇതൊക്കെ ഒരുവിധം ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. അത് നോക്കിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മൾ കുറച്ച് അപ്പുറത്താണ് നമ്മുടെ മെയിൻ റോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് സ്പോട്ടായിരുന്നു. നമ്മൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ട് കിട്ടുന്നതാണ്. സൗണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. സംഭവം വാട്ടർഫാളിൻ്റെ നല്ല സൗണ്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നല്ലൊരു വ്യൂ കിട്ടുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. കാര്യം നമ്മുടെ ഓൾ കേരളയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ യാത്രയിൽ ഒരു ചെറിയൊരു അതിഥിയും കൂടെ കണ്ടു. ഒരു ചെറിയൊരു നീർക്കോലി എന്ന് പറയും ഇവിടെ. ഒരു നീർക്കോലി കൂടെ നമ്മൾ ഈ യാത്രയിൽ കൂടെ കണ്ടുമുട്ടി. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്.
ഇതൊക്കെ പാറ ചറക്കി കിടക്കണം. അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. മനോഹരമായിട്ട് കാണും. അടുത്ത് പോയി നിന്നെ കാണുന്നുള്ള നിർബന്ധം പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കയറുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അല്ലേ, ഈ പാറ വീണ് കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. പാറപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ മുട്ടൻ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് ഒന്നും ആരും എടുക്കരുത്. ഇവിടെ നിന്നല്ല, എവിടെയായിരുന്നാലും അങ്ങനെയുള്ള റിസ്ക്കുകളൊന്നും ഈ നമുക്ക് പ്രകൃതി ആസ്വദിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഒരു വിനോദം കണ്ടെത്തുകയാണെങ്കിൽ പോലും ഇതുപോലുള്ള റിസ്ക്കുകളൊന്നും ആരും എടുത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഇതല്ല ഏത് സ്ഥലമാണെങ്കിലും. അപ്പോൾ ഇതാണ് നമ്മുടെ മടശ്ശേരി വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് മനോഹരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്ന സീസണാണെങ്കിൽ ഇത് നിറയെ വരുമായിരിക്കും. താട്ടെ ഇവിടെ ചവറുകളും അതുപോലെ തന്നെ അവിടെ കുപ്പിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം മുഴുവൻ നിറയെ വെള്ളം പോകുന്ന സ്ഥലമായിരിക്കണം. നമ്മൾ ആ സമയത്ത് കണ്ടിട്ടില്ല. എന്തായിരുന്നാലും ഇന്ന് ഇവിടെ വരാൻ പറ്റി. അടിപൊളി ഒരു സ്ഥലം, സൂപ്പർ സ്ഥലം. ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്പേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. വലുതായിട്ട് ആൾക്കാർ അറിയാത്തൊരു സ്ഥലം. അതായത് റോഡിൽ നിന്ന് കാണുമ്പോൾ ഒരു വെള്ളച്ചാട്ടം, അകത്തേക്ക് നടന്നു വന്നാൽ മതി. പ്രൈവറ്റ് ഇതാണ്, റബ്ബർ തോട്ടങ്ങളാണ്. അതുവഴി നടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഒരു മനോഹര സ്ഥലത്തേക്ക് എത്താം. വന്ന് കാണണം എന്ന് ഞാൻ പറയത്തില്ല. കാരണം വന്ന് കണ്ടാലും ഇതുപോലുള്ള റിസ്ക്കുകളിലൊന്നും ആരും പോയി ചാടരുത്. കുളിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും വന്ന് ചാടരുത്. മനോഹര സ്ഥലം നമ്മൾ വീഡിയോയിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ വരും കാലം ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറും. ഓടി എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയുന്ന നല്ല സൗണ്ടുണ്ട്. എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ വാഴച്ചലിന് അടുത്തുനിന്നാണ് നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് വന്നത്. നമ്മളപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു വിശേഷമായിട്ട്, അടുത്തൊരു സ്ഥലത്തിൻ്റെ വിശേഷമായിട്ട് കാണാം. മാത്രമല്ല ആൾ കേരള ട്രിപ്പ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.